ഹായ് ഗൈസ്, ഞാൻ ലിയ ഫാൻറ്റസി. ഇന്ന് ഞാൻ കളിക്കാൻ പോണത് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ക്രിസ്മസ് അപ്ഡേറ്റ്. ഇതിന് മുന്നേ ഈ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 വേഗം പോയി കാണും, എന്നിട്ട് പാർട്ട് 2 കാണും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. എൻ്റെ ബ്രദർ, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ അൽഫാസ് എന്നാണ് എൻ്റെ ബ്രദറിൻ്റെ ചാനലിൻ്റെ പേര്. വീക്ക് 3 ആണ്. നമുക്ക് വീക്ക് 3ൻ്റെ കട്ട് സീൻ ഒന്ന് കാണാം. അത് ഫസ്റ്റ് ഒരു മറ്റേ ബിൽഡിംഗ് ആണ്. ഇതല്ലേ നമ്മൾ പണി നടക്കണ്ടായിരുന്നത്. മറ്റേ സാന്റാസ് ഷോപ്പാണ്, സാന്റാസ് വർക്ക്ഷോപ്പാണിത്. ഇതെന്താ എൻ്റെ ബ്രദറിന് അപ്പുറത്ത് കാണിക്കണ്ടല്ലോ ഫ്രണ്ടിന്. ഇത് എൽഫ്സ് ഒക്കെ പേടിച്ചിട്ട് മുന്നിൽ പോവാണ്. ഗൈസ്, ഇതല്ല മറ്റേ എഞ്ചിനീയർ ക്ലാസിൻ്റെ വെപ്പൺ. സാന്റേൻ്റെ കൈ വന്നിട്ടുണ്ട്. ഇത് സാന്റയാണ് ഗൈസ്. ഹലോ സാന്റ, diamonds please. Okay, Santa. Okay, കാണിക്കുന്നുണ്ട്. Defeat fake Santa from the workshop. Guys, അപ്പോൾ അത് റിയൽ സാന്റ അല്ല, ഫേക്ക് സാന്റയാണ്. അപ്പോൾ അതിനെ ഡിഫീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഡിഫീറ്റ് ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾക്കറിയുന്ന കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ 100 ക്യാൻഡി കെയിൻസ് കൊടുത്തിട്ട് ഞാൻ 10 ഡയമണ്ട്സ് എടുത്തിരുന്നു. അതായത് എൽഫ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടില്ല, അതിൽ നിന്ന് ഞാൻ എടുത്തിരുന്നു. പിന്നെ എനിക്കും എൻ്റെ ബ്രദറിനും മെഡിക്കറ്റ് ക്ലാസ്സാണ്. ഞാൻ ജോയിൻ ചെയ്തിരുന്നപ്പോൾ മുന്നേ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടിരുന്നു. അത് തുറന്നപ്പോൾ എനിക്ക് 20 എത്ര ഡയമണ്ട്സാണ് തോന്നുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നൊരു ഗിഫ്റ്റ് ബോക്സിന്. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദറിനും കിട്ടിയിരുന്നു. എൻ്റെ ബ്രദർ മേടിച്ചത് ഒരു മെഡിക്കറ്റ് ക്ലാസ്സാണ്. എനിക്ക് മെഡിക്കറ്റാണ് ഉള്ളത്. എനിക്ക് അതിനെയാണ് ഇഷ്ടം, കാരണം നമുക്ക് എപ്പോൾ റിവൈവ് ചെയ്യാൻ പറ്റും ആൾക്കാരെ. ഇതാ സ്റ്റാർട്ടർ ടൂൾസ്, 2 ബാൻഡേജാണ് അതിന്. അപ്പം നമ്മളിതാ ഫയർ. പിന്നെ എൻ്റെ ഗോൾ എന്താ വെച്ചാൽ എനിക്ക് സ്പിയർ വേണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ വൂൾഫ് അറിയാതെ നമുക്ക് ഇത് എടുക്കണം. ഞാൻ വിചാരിച്ചു വൂൾഫിനെ അറ്റാക്ക് ചെയ്യാൻ വരാമെന്ന് ഗൈസ്. ഈ ലൈറ്റ് വൂൾഫ് അറിയാതെ എടുക്കണം. അങ്ങനെ കുറേ ലൈറ്റ് എടുത്താൽ നമുക്ക് ക്യാൻഡി കെയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെ കുറേ ക്യാൻഡി കെയിൻസ്. ഇതിൽ പെൽറ്റ് ഉണ്ടോ നോക്കാണ് അടിച്ചത്, അല്ലെങ്കിൽ അടിക്കൂല ഗൈസ്. നമുക്കൊരു ബോൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ സ്പിന്നാവുമ്പോൾ എടുക്കാൻ നല്ല പണിയാട്ടോ ഗൈസ്. മറ്റേ ആ സാധനം ബോൾട്ട്, ഇതെന്ത് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ബൈ ദ വേ ഗൈസ്, ഞാൻ 101 ഡേയ്സ് സർവൈവ് ചെയ്ത്. നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ നല്ല പ്രോ ആണെന്ന്. ഞാൻ സർവൈവ് ചെയ്തതൊരു ഹാക്കറിൻ്റെ കൂടെയാണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഒക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരാളുടെ കൂടെ ജോയിൻ ചെയ്തു. ഒരു പേരൊന്നും ഓർമ്മയില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ബേസൊക്കെ നല്ല ഫുള്ള് മെസ്സി ആയിരുന്നു. അപ്പോൾ ഞാൻ കാണിക്കണില്ല. ആ വീഡിയോൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, ഈ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ എത്ര ഡേയിൽ ഞാൻ ഡെഡായിരുന്നു. പക്ഷേ മറ്റേ ഹാക്കർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും കുറേ ഡേയ്സ് സർവൈവ് ചെയ്തിരിക്കണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെയും കുറച്ച് ദിവസം മുന്നൊക്കെ ഞാൻ 100 ഡേയ്സ് ആവാൻ നോക്കിയായിരുന്നു. അതായത് 40 സംതിങ് ഡേയ്സ് സർവൈവ് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അപ്പം തന്നെ ഡെഡ് ആവുമായിരുന്നു. കൾട്ടിസ്റ്റ് അപ്പം തന്നെ വരും. ഇതപ്പോൾ ഗൈസ് നമുക്ക് 83 കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മരങ്ങളൊക്കെ എവിടെയെന്ന് അറിയില്ല. ഇവിടെ ഒരു ലൈറ്റ് കണ്ടിട്ട് നമുക്കിത് പോയി എടുക്കാം. അപ്പം ലൈറ്റാണ് നല്ല ഇമ്പോർട്ടൻറ്റ് എനിക്ക്. പിന്നെ ഗൈസ് നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നമുക്ക് മറ്റേ ഇത് തുറക്കാൻ പറ്റൂലേ, അതിൻ്റെ പ്രത്രമാണ്. ഈ വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റുമായിരുന്നു നന്നായിരുന്നു. നമുക്ക് ഇപ്പം തന്നെ പോയിട്ടുണ്ട് ഡിഫീറ്റ് ചെയ്താൽ മതി. ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു മാമത്തിനെ കണ്ടിരുന്നത്. ഈ ഒരു ക്രിസ്മസിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ മാമത്തിനെ കണ്ടിരുന്നത്. ഗൈസ് ഇത് നമുക്ക് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അല്ല, തുറക്കാൻ വേണ്ടി പോകുന്നില്ല. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. പക്ഷെ കുഴപ്പമില്ല, ഡേ 1 ആയതിന് ഒരു കുഴപ്പമില്ല, നമുക്കൊരു പേടിയില്ല. വുൾഫ് ചിലപ്പോൾ സ്പോൺ ആവുന്നതല്ലാതെ ഡിയർ ഇപ്പം അറ്റാക്ക് ചെയ്യാൻ വരില്ല. അപ്പോൾ നമ്മൾ സേഫാണ്. ഈ ഡേ 2 ഒക്കെയാണ് സേഫ് അല്ലാത്ത. ഡേ 2 ഡിയർ അറ്റാക്ക് ചെയ്യാൻ വരും, അതാണ് എനിക്ക് പേടി. ഗൈസ് 89 ആയിട്ടുണ്ട് നമുക്ക് ക്യാൻഡി കെയിൻസ്. ഇനി 100 ആക്കണം. 100 ആക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ നിങ്ങളുടെ യൂസർ നെയിം കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂസർ നെയിം എന്താ വെച്ചാൽ ലിയ ഫാൻറ്റസി 1234 എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈസ് പുതിയ ചെസ്റ്റിൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഷീറ്റ് മെറ്റൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിന്നിട്ട് നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് സ്പിയർ ആയാൽ മതിയായിരുന്നു ഗൈസ്. സ്പിയർ ആവാൻ വേണ്ടി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്, പ്ലീസ്. നോ ഗൈസ്, ബാൻഡേജ്, അറ്റ്ലീസ്റ്റ് ബാൻഡേജ് കിട്ടിയത് അതെങ്കിലും നല്ലതാണ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തവർക്ക് താങ്ക് യു. ഇനി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഏത് ഗെയിം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ചെയ്യാത്ത ആൾക്കാർക്കും ഞാൻ ഏത് ഗെയിം വേണമെങ്കിലും ഇടാം. പ്ലീസ് ഗൈസ്, നമുക്ക് ഇപ്പോഴത്തെ നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ 20 ആവാൻ. ഇപ്പം നമുക്ക് 16 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഗൈസ്. ഡേ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സേഫാണ്. ഡിയർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളിച്ചിരുന്നപ്പം ഡിയർ ഡേ 1 തന്നെ എന്നെ ഡേ 1 ഡിയർ എന്നെ അടിച്ചല്ല. ഡേ 1 ഞാൻ വെറുതെ വെക്കണ എൻ്റെ എനർജി നല്ല ലോ ആയിരുന്നു. അപ്പോൾ വുൾഫ് വന്ന് സ്പോൺ ചെയ്തിട്ട് എൻ്റെ എനർജി നല്ല ലോ ആക്കി. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ എനർജി കൂടിയെന്ന്. പക്ഷേ ഞാൻ അടുത്ത് വെച്ചിരുന്ന ബിയർ ട്രാപ്പിൽ കയറിയപ്പോൾ അതിൻ്റെ എനർജി പോയി. പിന്നെ രാത്രി ആയിരുന്നപ്പോൾ ഡിയർ വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യയാണ് പ്രശ്നം. ഞാൻ ബിയർ ട്രാപ്പിൽ കൂടെ ഞാൻ നടന്നത്. പക്ഷേ അതിനൊക്കെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബിയർ ട്രാപ്പിൻ്റെ കൂടെ നടന്നത്. ഗൈസ് കുറേ ഷീറ്റ് മെറ്റലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റോബ്ലക്സിലത്തെ ഗെയിം ആണെങ്കിലും കളിക്കുക, അല്ലാത്ത ഗെയിം ആണെങ്കിലും കളിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതറിയാം, അവതാർ വേൾഡ്, ടോക്കാബോക്ക, അങ്ങനത്തെ കുറേ ഗെയിം ഞാൻ കളിക്കലുണ്ട്. അത് കളിക്കാം, അല്ല വേറെ ഏതെങ്കിലും ഗെയിം കളിക്കാം. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഏത് ഗെയിമാണ് വേണ്ടതെന്ന്. റോബ്ലക്സിലത്തെ ഞാൻ കളിക്കും, അല്ലാത്തതിനും ഞാൻ കളിക്കും. ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഗൈസ് കുറേ ഷീറ്റ് മെറ്റൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോയിൻസാക്കും 15 ഉണ്ട്. ഇനി നമുക്ക് എൽഫിനെ സേവ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇതിന് കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് എടുക്കാം ഗൈസ്. അതിൻ്റെ എടുക്കണം മറ്റേ വുൾഫ് വന്ന് നമ്മുടെ എനർജി നല്ല ലോ ആണ്. അപ്പോൾ നമ്മൾ നേരെ ബേസിക്ക് പോവാം കുറച്ച് ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആള്. ഗൈസ് ഇവിടെ കുറേ കോള് കിട്ടും. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ കോള് കിട്ടുന്നു. അത് ഷീറ്റ് മെറ്റൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൾ എടുത്തിട്ടുണ്ട് ഫുള്ള്. ഇനിയും കോള് കിട്ടും. യെസ് യെസ്. പിന്നെ ബണ്ണി ഫുട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബണ്ണി ഫുട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ബണ്ണി ഫുട്ട് എന്തായാലും ഞാൻ എടുക്കണം. നമ്മുടെ എനർജി നല്ല ലോ ആണ് ഗൈസ്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ബണ്ണി ഫുട്ട് ഗൈസ്. അവിടെയാണ് മറ്റേ അടുത്ത എൽഫ്. ഇതിനെ നമുക്ക് ഇപ്പം തന്നെ സേവ് ചെയ്യാം. നമുക്ക് കുറച്ച് ഫുഡും പിന്നെ പ്ലേറ്റ് ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി പെൽട്രേഡർക്ക് ഇത് കൊടുക്കാം. ഗുഡ് ആക്സ് നമ്മളെടുത്തത് ഗുഡ് ആക്സ് ആണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ മറ്റേ എൽഫിനെ സേവ് ചെയ്യാൻ പോകണം ഗൈസ്. നമുക്ക് ലാഡർ മേടിക്കാം. കറക്റ്റ് 15 കോയിൻസ് തന്നെ ഉള്ളത്. എവിടെയാണ് എൽഫ് ഗൈസ്? നമുക്ക് പോയി സേവ് ചെയ്യാം ഗൈസ്. നമ്മൾ ലാഡർ വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് റേഗണ്ണാണ് നമുക്ക് വേണ്ടത്. റേഗൺ അല്ലെങ്കിൽ ലേസർ ക്യാനണാണ് നമുക്ക് വേണ്ടത്. ലേസർ ക്യാനൺ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. ഏറ്റവും മൈ ഫേവറേറ്റ് വെപ്പൺ. Oh yes. My God. റേഗണ്ണാണ്. പക്ഷേ ലേസർ ക്യാനണാണ് ബെറ്റർ. നല്ല റേഗൺ നമുക്ക് കിട്ടി ഗൈസ്. 97 ക്യാൻഡി കെയിൻസ് നമുക്കിപ്പോൾ ഉണ്ട്. നമുക്ക് 100 ആയാൽ മറ്റേത് മേടിക്കാൻ പറ്റും. 10 ടൈംസ് നമുക്ക് കിട്ടും. പിന്നെ ഗൈസ് നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നൊന്നുമില്ല ഗൈസ് നമുക്ക് ഇതെടുക്കാം. ഒറ്റയടിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ട് ഇത് സ്ട്രോങ് എക്സിൻ്റെ പോലെയാണ് ഗൈസ്. വുൾഫ് കിട്ടി. വുൾഫിനെ അറ്റാക്ക് ചെയ്യാം. യെസ് ഗൈസ്, നമ്മൾ എടുക്കാൻ നേരത്തെ തന്നെ ഈ ഒരു പേട്ട ഡിയർ വന്നു. ഡിയർക്ക് രാവിലെ വന്നുവിടാം. രാവിലെയാണ് ബെറ്റർ ഡിയർ വന്നാൽ. രാത്രി ആകുമ്പോൾ നോ. രാത്രി വുൾഫും വരും. വുൾഫും സ്പോൺ ഔട്ടോ. ലൈറ്റ് അടിക്കുന്നു എൻ്റെ ബ്രദർ.
പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് ഷോ കാണിക്കാം എൻ്റെ ബ്രദറിനെ. ഗൈസ് ഷോ കാണിക്കാൻ സമ്മതിക്കണില്ല, എവിടേക്കൊക്കെ ഓടി പോവാണ്. നമ്മളെ ഷോ കാണിക്കാനും പോലും സമ്മതിക്കണില്ല, അതാ പിന്നെയും ഓടുന്നു. ഗൈസ് വാട്ട് ഈസ് ദിസ്? കണ്ട ഗൈസ്, ഒറ്റ അടിക്ക് തന്നെ ലേസർ കനാനായിട്ട് ഇതിനെ കൊല്ലാൻ പറ്റും. പക്ഷെ ഇപ്പോൾ റാബിറ്റിന് വരെ ഇത് കുറേ ഇത് വേണം. ഇതെന്ത് ഗൈസ്? വാവ്, ന്യൂ ഡെക്കറേഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോവാം. The map has grown bigger. എന്തെങ്കിലും ആയിക്കോട്ടെ ഗൈസ്. നമുക്ക് സൺഡേയിൽ വേണം. സൺഡേയിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് രാവിലെ എപ്പോഴാവുക രാത്രി എപ്പോഴാവുക എന്നൊക്കെ മനസ്സിലാവും. അതാണ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഫ്ലവർ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ വെറുതെ ഉണ്ട് പോയി എടുക്കുക തന്നെ. കുറേ ഫുഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫുഡ് ബേസ് ആക്കണം. ഇതിനെ പറ്റിക്കട്ടെ ഗൈസ്. നമ്മൾ ഇങ്ങനെ വുൾഫിനെ പറ്റിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയും നേരം എല്ലാ ഗെയിം ഗൈസ് നമുക്ക് പോവാം. അതാ ഗൈസ് സെറ്റിങ്സ് കൈ തട്ടിയിട്ട് വന്നിട്ടുണ്ട്. നോ ഗൈസ്, ഉപ്സ്, സോറി ഇത് വന്നതിന്. ഇത് വരാത്ത ഓക്കെ. പിന്നെ നേരത്തെ കണ്ടത് ഇതിൻ്റെ ഇതാണ്, ഇതിൻ്റെ വാൾപേപ്പറാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. കുറേ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് ഇനി നേരെ എടുക്കാൻ പോകണം ഗൈസ്. ഗൈസ് അവിടെ ഫ്യൂവലുണ്ട്. ഇതാ ഈ മരം വെട്ടിയിട്ട് നമുക്ക് ഈ ലൈറ്റ് എടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കി ഫ്യൂവലൊക്കെ എടുക്കാം. യെസ് ഗൈസ്. ഇത് പിന്നെയും ഫ്യൂവൽ കിട്ടിയിട്ടുണ്ട്.